നോബി പറയുന്നത് യാതൊരു തെളിവുകളും ഇത്തരത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താൻ തനിക്ക് മേലില്ല എന്നാണ് നോബി ഇപ്പോഴും നോബിയുടെ അഭിഭാഷകനും എല്ലാം കോടതിയിൽ പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹായ്, നമസ്കാരം. അങ്ങനെ നോബി പുറത്തിറങ്ങിയിട്ടുണ്ട്. 28 ദിവസത്തെ റിമാൻഡിന് ശേഷം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു സഞ്ചി തൂക്കിയാണ് ആൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കാം മനസ്സിനകത്ത്. എന്തായിരുന്നാലും ഇപ്പോഴും ഒരു കുറ്റബോധം പോലും ഇല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും അയാളോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അയാളൊന്നും മിണ്ടാണ്ടാണ് പോകുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അയാൾ പറയുന്നത്. ഞാൻ വിളിച്ചതാണ്, ലാസ്റ്റായിട്ട് ഷൈനിയെ വിളിച്ചത് ആണ് തെറ്റായിട്ട് എനിക്ക് തോന്നിയത്, അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ നോബിയുടെ പെരുമാറ്റം. എന്തായിരുന്നാലും കള്ളപ്പാതിര പുറത്തു വരത്തില്ല. ആൾ മാളത്തിനകത്ത് ഇരിക്കുകയാണ്. മാളത്തിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. കാരണം മാളത്തിൽ നിന്ന് പുറത്തു വന്നാൽ എങ്ങനെയാണെങ്കിലും പോലീസ് അന്വേഷിച്ച് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചോണ്ട് പോയേ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഈ നോബിക്ക് ഒരു സഹായം കിട്ടത്തില്ല. ഇപ്പം ഈ കള്ളപ്പാതിര മാളത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് മാത്രം തന്നെ ഈ ഷൈനിയുടെ കേസിൽ ഈ നോബിയെ രക്ഷപ്പെടുത്താനുള്ള കുറേ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാനും ഈ ഒരു നമ്മുടെ ഈ വൃത്തികെട്ട കള്ളപ്പാതിരയ്ക്ക് സാധിക്കും. 28 ദിവസം റിമാൻഡിലായിരുന്നു നോബി. പലതവണ ജാമ്യാപേക്ഷകൾ നൽകിയിരുന്നെങ്കിലും അതൊന്നും ആദ്യം കോടതി അംഗീകരിച്ചില്ല. കാരണം സാക്ഷികളെ സ്വാധീനിക്കാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചൊരു പശ്ചാത്തലത്തിലാണ് ജാമ്യം ലഭിക്കാതിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയ നോബിയോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ ഒരു മറുപടിയും പറയാതെ കാറിൽ കയറി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് പറയുന്നത്, ഇങ്ങനെ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ചുമത്താനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത്, ഈ സംഭവം നടക്കുന്നതിന് തലേ ദിവസം നോബി ഫോണിൽ ഷൈനിയെ ബന്ധപ്പെട്ടിരുന്നു, ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അതുതന്നെയാണ് ഒരു പ്രധാന തെളിവായിട്ട് പോലീസ് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ പല കേസുകളും ഗാർഹിക പീഡന കേസടക്കം ഷൈനി നൽകിയിരുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഈ നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ആ കേസിൽ ഇപ്പോൾ 28 ദിവസത്തിന് ശേഷം പ്രതിയായിട്ടുള്ള നോബിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ ഇനി കോടതിയിലാണ് നടക്കേണ്ടത്. വരും ദിവസങ്ങളിൽ വിചാരണയടക്കമുള്ള നടപടികൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിയുമ്പോൾ ഉണ്ടാകും. അതിൽ തന്റെ ഡിഫൻസ്, അതായത് പ്രധാനമായിട്ടും നോബി പറയുന്നത് യാതൊരു തെളിവുകളും ഇത്തരത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താൻ തനിക്ക് മേലില്ല എന്നാണ് നോബി ഇപ്പോഴും നോബിയുടെ അഭിഭാഷകനും എല്ലാം കോടതിയിൽ പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും സമാനമായ രീതിയിൽ ഇദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള ഒരു അപേക്ഷ നൽകിയിരുന്നു. അങ്ങനെ ആ വാദപ്രതിവാദങ്ങൾ നീണ്ടുപോയൊരു പശ്ചാത്തലത്തിലാണ് ജാമ്യം 28 ദിവസത്തോളം റിമാൻഡിൽ കടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. എന്തായാലും ജാമ്യം കിട്ടിയ നോബി പുറത്തിറങ്ങിയിട്ടുണ്ട്. കർശന ഉപാധികൾ നിലനിൽക്കുന്നത് എന്തായാലും വല്ലാത്തൊരു കുടുംബം തന്നെ കേട്ടോ. സത്യം പറഞ്ഞാല് ഇപ്പൊ ആ നഷ്ടപ്പെട്ടത് ആ ഷൈനിക്കും ഷൈനിയുടെ മക്കൾക്കും അവർക്ക് തന്നെയാണ് ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ട് പോയത്. സത്യം പറഞ്ഞാൽ എന്തുമാത്രം വിഷമിച്ചിട്ടായിരിക്കും ആ ഒരു അമ്മയും മക്കളും കൂടി ഈ ഒരു രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഒരാളും ചെയ്യത്തില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു നേരത്ത് ആൾ ഇത്രയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇത്രയും കാലം ആ ഒരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് അതിനപ്പുറം ആയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ മാനാഭിമാനം എന്നുള്ളൊരു കാര്യം നിലനിൽക്കുകയാണ് ആ ഒരു ആളെങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഈ നോബി ചെയ്തത് വളരെയധികം തെറ്റുള്ള കാര്യമാണ്. കാരണം ഈ നോബി എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും നല്ല ഒരാളല്ല. അതൊരിക്കലും ഇനി നോബിയുടെ കുടുംബക്കാരും വിചാരിച്ചാലും അങ്ങനെ ആകാൻ പോകുന്നില്ല. കാരണം ഈ 3 പേരുടെയും ശാപം നോബിക്കും നോബിയുടെ കുടുംബത്തിനും പ്രത്യേകിച്ച് ആ കള്ളപ്പാതിരയ്ക്കും കിട്ടിയിരിക്കുക. അതിനുള്ളത് മറുപടി എന്തായിരുന്നാലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നെങ്കിലും കിട്ടിയിരിക്കുക. അങ്ങനത്തെ ഉള്ളത് കാരണം എന്തുമാത്രം അനുഭവിച്ചിട്ടായിരിക്കും ആ ഒരു ഷൈനി മക്കളും ഈ ഒരു രീതിയിൽ ആ ഇളയ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴേ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ച് തകർന്നു. ആ കുട്ടിയെ വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അതിനൊട്ടും താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് അത് കൂടെ പോയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ മരിക്കണമെന്ന് പോലും വിചാരിച്ചിട്ടായിരിക്കത്തില്ല ആ പെൺകുട്ടികൾ പോയിട്ടുണ്ടായിരിക്കുക. പക്ഷേ സാഹചര്യം വളരെ മോശമായിരുന്നു. ഒരിക്കലും ജീവിക്കാൻ തങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് കണ്ടിട്ട് തന്നെയാണ് ആ ഒരു ആളിങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഒരുപക്ഷെ ആ മക്കളെ വിട്ടേച്ച് ആ അമ്മ പോയിരുന്നെങ്കിൽ ഇന്ന് ആ മക്കൾ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് മാത്രം തന്നെയായിരിക്കും ആ 2 മക്കളെയും കൂടെ കൂട്ടിയത്. കാരണം ഈ സ്വന്തം വീട്ടുകാർക്കും ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഈ ഷൈനി എന്ന് പറയുന്ന വ്യക്തിയെയും അവരുടെ മക്കളെയും ഒരിക്കലും ഇഷ്ടപ്പെടാൻ താല്പര്യപ്പെട്ടിരുന്ന ആൾക്കാരല്ല. അത് നമുക്ക് അവരുടെ സംസാരത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. എന്തായിരുന്നാലും നോബി ഒരു സഞ്ചിയും തൂക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അയാൾക്ക് ഒരു തെളിവുമില്ല എന്നാണ് അയാൾ പറയുന്നത്. അയാൾക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയാം എന്ന് അയാൾ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഈ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും കൊലപാതകം ചെയ്യുന്നതും എല്ലാം ഒരു സെയിം തന്നെയാണ്. ഇതിപ്പോൾ നോബിയുടെ കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട്
ആ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ടതാണ് ആ നോബി. എന്നിട്ട് ആ നോബി നിയമത്തിൻ്റെ മുന്നിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നോബിയും നോബിയുടെ കള്ള പാതിര എന്ന് പറയുന്ന സഹോദരനും ഈ അമ്മയെന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ടൊരു സംഭവമുള്ള ആ ഒരു നികൃഷ്ട ജീവിയായിട്ടുള്ള ആ ഒരു തള്ളയും, സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, അവർ ഒരു വിധത്തിൽ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്ന് നന്നായിട്ട് പറയുന്നുണ്ട്. പോരാത്തതിന് ഇടയ്ക്ക് വെച്ച് ഷൈനി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മേ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, തൽക്കാലം നീ വരണ്ട, ഇവിടെ ഒരു ബംഗാളിയെ എടുത്തിട്ടുണ്ട്. എന്തിനാണ്? പണിക്ക് വേണ്ടിയിട്ടാണ് ബംഗാളി അവിടെ ജോലിക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നീ അവിടെ വരണ്ട, നീ നിൻ്റെ മക്കളെയും കൊണ്ട് അവിടെ തന്നെ നിന്നോളാം, നിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള രീതി തന്നെയാണ്. കാരണം ആ വീട്ടിലുള്ള സകല ജോലികളും അത്രയും ഈ ഷൈനി തന്നെയാണ്. അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഈ ഷൈനിയാണ് അവിടെയുള്ള ജോലികളും. ഈ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ വരെ ഈ ഷൈനിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്തായിരുന്നാലും ആ ഒരു അമ്മയും മക്കളും മരിച്ചിട്ട് പോലും ഇന്ന് വരയ്ക്കും ആ ഒരു സ്ത്രീയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരോ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോലും ഒരു തുള്ളി കണ്ണുനീരോ പോലും വീഴ്ത്തത് സ്വന്തം മകൻ്റെ മക്കളാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാത്തൊരു വൃത്തികെട്ട സ്ത്രീ തന്നെയാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ട്. അതുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാർ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം സന്തോഷത്തോടെ നിൽക്കുന്നത്. ഈ സെപ്പറേറ്റ് പോകുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാണ്ട് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഇടയിൽ കിടന്ന് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒട്ടും താല്പര്യത്തോടെ ആയിരിക്കത്തില്ല ആരും നിൽക്കുന്നത്. കാരണം ഒരിക്കലും വന്നു കയറുന്ന പെൺമക്കൾ അവർക്ക് ഒരിക്കലും മക്കളായിട്ട് അവരുടെ മക്കളായിട്ട് ചിന്തിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. അത് ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷെ പഴയ ഈ സ്ത്രീകളാണ് പ്രശ്നക്കാരികൾ. മകന് കല്യാണം കഴിക്കാൻ പാടില്ല, മകൻ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനെ സ്നേഹിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. മകൻ കെട്ടിക്കൊണ്ട് വന്ന ആ കുട്ടിയെ കൊണ്ട് ഒരു സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്കാണെങ്കിൽ കുത്തുവർത്തമാനങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് ഉണ്ട്. അത് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. അനുഭവങ്ങളാണ് എല്ലാവരെയും എല്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് പോലും രക്ഷപ്പെട്ട് ഈ 15 വർഷമായിട്ട് ആ മക്കളെ നോക്കി വന്നിട്ട് പോലും ആ ഷൈനിക്ക് ഈ 3 മക്കളായിട്ട് പോലും ഒരു സമാധാനം ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഒരു സഹതാപം, നീ ഇത്രയും കാരണം മരിച്ചുപോയി. ആ 2 കുട്ടികളും 13ഉം 10ഉം വയസ്സായ കുട്ടികളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കുട്ടികൾ മരിച്ചു പോയത് അവർ സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമാണ്, ഇപ്പോൾ എക്സാം എഴുതി കഴിയേണ്ട ടൈമാണ്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ആ റെയിൽവേ പാളത്തിൽ ചെന്ന് എങ്ങനെ നിന്നു എന്ന് ചോദിച്ചാൽ അതിപ്പോഴും നമുക്ക് പറയുമ്പോഴത്തേക്ക് നെഞ്ചിനകത്തൊരു നമുക്ക് ഈ ട്രെയിനിൽ കയറാൻ തന്നെ പേടിയാണ്. ഈ ട്രെയിനിൽ കാല് വെച്ച് കയറുമ്പോൾ ട്രെയിൻ എടുക്കുമോ ട്രെയിൻ നീങ്ങുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് നമ്മുടെ മനസ്സിനകത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അങ്ങനെയാണ്. ഈ ട്രെയിനിൽ കയറുമ്പോഴത്തേക്ക് എനിക്ക് പേടിയാണ്, എൻ്റെ കാലായിട്ട് തെറ്റിപ്പോയാൽ എനിക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ടെൻഷനാണ്. പക്ഷേ അതേപോലെ ആ 2 പെൺമക്കളെയും പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഒരു റെയിൽവേ പാളത്തിലേക്ക് പോയി നിൽക്കുന്ന ആ ഒരു അവസ്ഥ, എന്തുമാത്രം മാനസികാവസ്ഥ അവരുടെ ഉള്ളിലുണ്ടായിട്ടായിരിക്കാം ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരിക്കും. 2 വീട്ടുകാരും ഒരു സപ്പോർട്ടും ഇല്ല. ഒരു എന്തു പറയും, പട്ടിക്ക് ഇതിനെക്കാട്ടും വിലയുണ്ടെന്നായിരിക്കും തോന്നുന്നത്. സത്യം പറയാൻ ആ ഷൈനിയുടെ അച്ഛന് പോലും ഒരു തുള്ളി കണ്ണുനീര് ഷൈനിക്കെന്ന് പറഞ്ഞു കണ്ടിട്ട് അവൾ മരിച്ച് നന്നായി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എന്തായിരുന്നാലും കൊള്ളാം, ഷൈനിക്ക് എങ്ങനെയെങ്കിലും നീതി കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അത്ര സത്യം പറഞ്ഞാൽ ഒരു അമ്മയ്ക്കും ഇതുപോലൊരു അവസ്ഥ വരരുത്. കാരണം ആ കുട്ടികളിന് എന്തുമാത്രം ജീവിക്കാൻ ഉള്ളതാണ്. ആ കുട്ടികൾ പഠിച്ചൊരു ജോലി മേടിച്ച് അതിൻ്റെയൊക്കെ ഭാവികൾ നോക്കി പോകാനുള്ള ആ ഒരു സമയം പോലും ഈ 2 കുടുംബങ്ങളും കൊടുത്തിട്ടില്ല. പക്ഷെ ഒരിക്കലും പറയുകയാണ്, നോബിക്കും നോബിയുടെ കുടുംബത്തിനും ഒരിക്കലും നല്ലത് വരാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഇനി നമ്മൾ പറയുന്നതല്ല, ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓരോ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നോബിക്കും നോബിയുടെ പാതിരി എന്ന് പറയുന്ന ആ വൃത്തികെട്ട പാസ്റ്റർ എന്ന് പറയുന്ന കിളവനും എല്ലാം ആ വയസ്സായ ആ ഒരു ഇത്രയും മക്കളെ വളർത്തി വഷളാക്കി പഠിപ്പിച്ച് ഇത്രയും ആക്കി വെച്ച ആ ഒരു വിഷജന്തു, അങ്ങനെയാണ് ആ സ്ത്രീയെ പറയുന്ന. ആ ഒരു സ്ത്രീയും അനുഭവിക്കും ഇതിന്. ആ സ്ത്രീയുടെ കൂടെ ഒരുപാട് പേരുണ്ട്, ഷൈനിയെ ദ്രോഹിച്ച ഒരുപാട് പേര്. പക്ഷെ എന്തായാലും ഇതിനൊക്കെ അനുഭവിച്ചിട്ടല്ലാണ്ട് പോകത്തില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരും, ഈ ലോകത്തുള്ള മിക്ക ആൾക്കാരും ഷൈനിയെ മനസ്സിലാക്കി എല്ലാവരും. കാരണം ഒരാളും കുറച്ചൊക്കെ മനസ്സിൽ തെറ്റുകളും നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടാകാം, ഇല്ലായിരിക്കാം. പക്ഷേ ഒരുപാട് നമ്മൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, നമ്മൾ മനുഷ്യരാണ്. അവരെ പോലെ നമുക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലവർക്ക് ഈ 100-ൽ 99% കുശുമ്പും കുന്നായ്മയുള്ള ആൾക്കാരായിരിക്കും. അതിൽ 1% നല്ലൊരു അമ്മായിയമ്മ മക്കളെയൊക്കെ മരുമക്കളെയൊക്കെ മക്കളെ പോലെ സ്നേഹിക്കുക, അങ്ങനെയൊക്കെ നോക്കി കിട്ടുന്നത്. അല്ലാണ്ട് ഒരു വ്യക്തികളും ഈ ലോകത്ത് ഇല്ല, അതൊരിക്കലും ഇല്ല. സത്യം പറഞ്ഞാൽ ചില അമ്മായിമാർ പറയും, നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ ചില ആൾക്കാർ പറയും, ഇനി അമ്മായിയമ്മല്ല കേട്ടോ അമ്മയാണ്. അപ്പം അവർ തന്നെ പറയും, അമ്മായിയമ്മ എന്നെ ആയിരിക്കും, അമ്മയൊന്നും ആകാൻ പോകുന്നില്ല എന്ന്.
അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ പോലും തോന്നില്ല, മനസ്സ് മടുത്തു പോകും. അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഷൈനിക്കും കുട്ടികൾക്കും നീതി കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന. അതിൽ എൻ്റെയും പ്രാർത്ഥനയുണ്ട് സത്യം പറഞ്ഞാൽ. എന്തായാലും നോബി സഞ്ജിയും തൂക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നോബിയുടെ കള്ളത്തരങ്ങളായിരിക്കും ജയിക്കാൻ പോകുന്നതെന്നായിരിക്കും തോന്നുന്നത്. കാരണം നോബി, നീ ഒന്ന് ഓർത്തോ, നോബിയും കുടുംബം കൂടി ഓർക്കാൻ തന്നെയാണ്. നീയൊക്കെ ഇനി കോടതിയിൽ ജയിച്ചാൽ, എന്തൊക്കെ വാദിച്ച് ജയിച്ചിരുന്നാലും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. നിന്റെ 2 മക്കളുടെയും ഭാര്യയുടെയും ശാപം ഒരിക്കലും നിന്നെ നിന്റെ കുടുംബത്തെ വിട്ട് പോകത്തില്ല. അത്രയ്ക്ക് മാനസികാവസ്ഥ തെറ്റിയാണ് അവർ ആ ഒരു കാര്യം തീരുമാനത്തിലെടുത്തത്. എന്തായിരുന്നാലും ആ കുട്ടിയെ കൊണ്ടുപോകുന്ന സീൻ നമുക്ക് ഒരിക്കലും ഓർക്കാൻ പോലും പറ്റാത്തൊരു ഇത് തന്നെയാണ്. നീതി കിട്ടണം, അത്രയേ ഉള്ളൂ.